എല്ലാവർക്കും ക്ലൗഡ് ഡിസൈൻസിലേക്ക് സ്വാഗതം. ഞാൻ ജെബിൻ ഷഫീഖ്. ഇന്ന് പക്ക പാർട്ടി വെയർ സാരീസിൻ്റെ കളക്ഷൻസാണ് കാണിക്കുന്നത്. പ്യുവർ ദേസി ടെസർ ഫാബ്രിക്കിൽ വരുന്ന സാരീസും വരുന്നുണ്ട്, സൂപ്പർ നെറ്റ് കോട്ടയിൽ വരുന്ന സാരീസും വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം. clouddesigns.com എന്ന വെബ്സൈറ്റിൽ എല്ലാ സാരീസും അവൈലബിൾ ആണ്. വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 999471 ആണ് വാട്സാപ്പ് നമ്പർ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. ഇന്നത്തെ പാർട്ടി വെയർ കളക്ഷൻസിൽ ഫസ്റ്റ് സാരി വരുന്നത് പ്യുവർ സോഫ്റ്റ് ദേസി ടെസർ ഫാബ്രിക്കിൽ വരുന്ന സാരിയാണ്. ഫുൾ കാന്ത സ്റ്റിച്ച് വർക്കിലാണ് സാരി വരുന്നത്. സാരിയുടെ കളർ വരുന്നത് ഒരു ഐവറി ഷെയ്ഡാണ് കേട്ടോ. നല്ലൊരു ഐവറി എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ചിക്കു ഷെയ്ഡ്, എക്സാക്ട് ചിക്കു കളറിലാണ് സാരി വരുന്നത്. ബേസ് കളർ വരുന്നത് ചിക്കു ആണ്. അതിൽ മൾട്ടി കളറിലുള്ള കാന്ത സ്റ്റിച്ചാണ് സാരിയിൽ വരുന്നത്. ത്രൂ ഔട്ട് ദ സാരി ഒരു പൗഡർ ബ്ലൂ, ഓണിയൻ പിങ്ക്, ബ്ലാക്ക്, വൈറ്റ് ആ കോമ്പിനേഷനിലുള്ള കാന്ത സ്റ്റിച്ചിലാണ് സാരി വരുന്നത്. ബോഡി ഫുൾ ഇങ്ങനെ വരും. ഇത് റിവേഴ്സ് സൈഡാണ് സാരിയുടെ. എൻ്റെ സാരി സെയിം കാന്ത സ്റ്റിച്ചിൽ വന്നിട്ട് ഡബിൾ സൈഡിലും ബോർഡർ വരുന്നുണ്ട്. ഒരു ആൻറ്റി ഗോൾഡൻ കോമ്പിനേഷനുള്ള ഒരു 1.5 ഇഞ്ചിൻ്റെ ബോർഡറാണ് സാരിക്ക് രണ്ട് സൈഡിലും വരുന്നത്. പിന്നെ സാരിയുടെ വ്യൂ ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ ഉടുക്കുകയാണെങ്കിൽ പ്ലീറ്റ്സിൻ്റെ ഏരിയ വരുമ്പം ലോവർ പോർഷനിലായിരിക്കും വർക്ക് വരിക, അപ്പോൾ പോർഷൻ പ്ലെയിൻ ആയിരിക്കും. വീണ്ടും ഫുൾ സാരിയും ഇങ്ങനെ വർക്ക് തന്നെയാണ് വരുന്നത്. മുന്താണി വരുന്നത് ബോർഡറിൻ്റെ അതേ പാറ്റേണിലുള്ള ഗോൾഡൻ ജെറി വുവൻ സ്ട്രൈപ്പ് ഡിസൈൻസിലാണ്, തീൻ സ്ട്രൈപ്പ് ഡിസൈൻസിലാണ് സാരിയുടെ പല്ലു വരുന്നത്. ഇങ്ങനെ വരും മുന്താണി. ഇതിന് റണ്ണിങ് ബ്ലൗസ് മെറ്റീരിയൽ അവൈലബിൾ ആണ്. സെയിം ഷെയ്ഡിൽ തന്നെ ചിക്കു ഷെയ്ഡിൽ വിത്ത് ബോർഡറായിട്ട് വരുന്ന ബ്ലൗസ് മെറ്റീരിയലാണ്. പ്യുവർ സോഫ്റ്റ് ടെസറിൽ തന്നെയാണ് ബ്ലൗസ് വരുന്നത്. ഇങ്ങനെ വരും ബ്ലൗസ്. നമുക്ക് ഫംഗ്ഷനെല്ലാം വെയർ ചെയ്യാം. നല്ല ഒതുങ്ങി നിൽക്കുന്ന ഫാബ്രിക്കാണ്, പ്യുവർ ടെസറാണ്. പ്ലീറ്റ്സ് എടുക്കുകയാണെങ്കിൽ നല്ല ഒതുങ്ങി നിൽക്കും ഫാബ്രിക്ക്. ട്രാൻസ്പെറൻറ്റ് അല്ല സാരി. ഫുൾ കാന്ത വർക്ക് വന്നിട്ടുണ്ടെങ്കിൽ നല്ല റിച്ചാണ് ബോഡി വരുന്നത് കേട്ടോ. പ്യുവർ ദേസി ടെസറിൽ തന്നെയാണ് നെക്സ്റ്റ് സാരിയും വരുന്നത്. ഇതിന് മുൻപ് കാണിച്ച സാരിയുടെ തന്നെ ത്രെഡ് വർക്കിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. ബേസ് കളർ വരുന്നത് ചിക്കു ഷെയ്ഡാണ്. അതിൽ ബോട്ടിൽ പൗഡർ ബ്ലൂ വിത്ത് ഓണിയൻ പിങ്ക് ആയിരുന്നു കോമ്പിനേഷൻ വന്നത്. ഇതിൽ ഓണിയൻ പിങ്ക് വിത്ത് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വരുന്നത്. അത് മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. ഡബിൾ സൈഡിലും ജെറി വുവൻ ബോർഡറാണ്, 2 ഇഞ്ചിൻ്റെ ബോർഡറാണ് സാരിക്ക് വരുന്നത്. ത്രൂ ഔട്ട് ദ സാരി കാന്ത സ്റ്റിച്ച് വർക്കിലാണ് വരുന്നത്. ബ്ലാക്ക്, വൈറ്റ്, ഗ്രീൻ, ഓണിയൻ പിങ്ക് ഈ 4 കളറിലുള്ള കോമ്പിനേഷനിലാണ് കാന്ത സ്റ്റിച്ച് വരുന്നത് സാരിയിൽ. ഇങ്ങനെ വരും. ക്ലോസർ വ്യൂ ഇങ്ങനെ വരും. നല്ല റിച്ച് ആയിട്ടുള്ള ബോഡിയാണ്. നമ്മൾ യൂഷ്വലി കാണാത്ത പാറ്റേണിലാണ് ദേസി ടെസർ വന്നിരിക്കുന്നത്. വളരെ സോഫ്റ്റ് ആണ് കേട്ടോ മെറ്റീരിയൽ. നമ്മൾ 1 ലെയറിൽ എടുക്കുകയാണെങ്കിലും വളരെ സോഫ്റ്റ് മെറ്റീരിയലാണ്. പ്യുവർ ടെസർ ആയതുകൊണ്ട് അതിന് റിങ്കിൾസും വരുന്നില്ല. ഇങ്ങനെയാണ് എൻ്റെ സാരിയിലും സെയിം സ്റ്റിച്ച് തന്നെ വരുന്നുണ്ട്. പ്ലീറ്റ്സിൻ്റെ ഏരിയ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ലോവറിലായിരിക്കും വർക്ക് വരിക. ഫുൾ പല്ലു വർക്ക് വന്നിട്ട് മുന്താണിയുടെ എൻഡിൽ വരുന്നത് ഗോൾഡൻ ലൈൻസ് ആണ്. സ്ട്രൈപ്പ് പാറ്റേൺസിലുള്ള ഒരു വീവാണ് വരുന്നത്. തീൻ സ്ട്രൈപ്പ് ഡിസൈൻസിലുള്ള വീവ് വരുന്നുണ്ട്. ഇങ്ങനെയാണ് വരിക മുന്താണി. റണ്ണിങ് ബ്ലൗസ് മെറ്റീരിയലാണ്. ഇതാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് സാരി വരുന്നത് ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ്. സൂപ്പർ നെറ്റ് കോട്ടയാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. സിൽക്കി കോട്ട. ഇതൊരു ഫസ്റ്റ് കമ്മ്യൂണിയൻ, ബാപ്റ്റിസം പോലുള്ള ഫംഗ്ഷൻസിനെല്ലാം വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സാരിയാണ്. പാർട്ടി വെയർ കളക്ഷനാണ്. ത്രൂ ഔട്ട് ദ സാരി പേൾ വർക്കിലാണ് വരുന്നത്. ത്രെഡ് വർക്ക് വന്നിട്ട് അതിൽ പേൾ വർക്കാണ് സാരിയിൽ വരുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഫാബ്രിക് വരുന്നത് സൂപ്പർ നെറ്റ് കോട്ടയാണ്. അതിൽ ഒരു സെൽഫ് വൂവൺ പാറ്റേൺസ് വരുന്നുണ്ട്. ഒരു ഫ്ലോറൽ സെൽഫ് വൂവൺ ഡിസൈൻസ് വന്നിട്ട് ഓരോ ഡിസൈനിലും മിഡിൽ വരുന്നത് പേൾ വർക്കാണ്. ഇങ്ങനെ സാരിയുടെ ക്ലോസർ ഷോട്ട് ഇങ്ങനെ വരും. ഓരോ വൂവൺ പാറ്റേണിലും സെൽഫ് ഡിസൈനിൻ്റെ മിഡിൽ സ്മോൾ പേൾ വർക്കാണ് വരുന്നത്. നല്ല റിച്ച് ആയിട്ടുള്ള ബോർഡറാണ് സാരിക്ക് വരുന്നത്. ഇതൊരു എംബ്രോയ്ഡറി വർക്കാണ്. ത്രെഡ് വർക്ക് വന്നിട്ട് അതിൽ ഫുൾ പേൾ വർക്കിലാണ് ബോർഡർ വരുന്നത്. ഡബിൾ സൈഡിലും സെയിം വർക്കിൽ തന്നെയാണ് ബോർഡർ വരുന്നത്. ഒരു 2.5 ഇഞ്ച് വരും വീതി. 2.5 ഇഞ്ച് വിഡ്ത്തിലാണ് ബോർഡർ വരുന്നത് വിത്ത് പേൾ വർക്ക്. ഇതാണ് നല്ല ഫൈൻ ത്രെഡ് വർക്കാണ് കേട്ടോ. ബാക്ക് സൈഡും ഇങ്ങനെ വരും. ഫുൾ സാരി എൻ്റെ സാരിയിലും ഈ പേൾ വർക്കിൽ തന്നെയാണ് സാരി വരുന്നത്. ഡബിൾ സൈഡിലും എംബ്രോയ്ഡറി വന്നിട്ട് അതിൽ പേൾ വർക്ക് വരുന്നുണ്ട്. മുന്താണി നല്ലൊരു പല്ലുവാണ് വരുന്നത്. ഇങ്ങനെയാണ് സാരിയുടെ മുന്താണി വരുന്നത്. ഓഫ് വൈറ്റിൽ തന്നെ ഒരു പ്ലെയിൻ പോർഷൻ വന്നിട്ട് അതിലാണ് എംബ്രോയ്ഡറിയും അതിൽ പേൾ വർക്കും വരുന്നുണ്ട്. ഇതാണ് മുന്താണി വരുന്നത്. മുന്താണിയുടെ ഫാബ്രിക് വരുന്നത് പ്യുവർ ജൂട്ടാണ് കേട്ടോ. സാരി വരുന്നത് സിൽക്കി കോട്ടയാണ്. മുന്താണിയുടെ ഒരു 1/2 മീറ്റർ പോർഷൻസ് വരുന്നത് പ്യുവർ ജൂട്ട് സിൽക്കിലാണ്. അതിലാണ് ത്രെഡ് വർക്ക് വരുന്നത്. ബ്ലൗസ് മെറ്റീരിയൽ അവൈലബിൾ ആണ്. റണ്ണിങ് ബ്ലൗസ് മെറ്റീരിയലാണ് സാരിക്ക് വരുന്നത്. സ്ലീവിൽ ത്രെഡ് വർക്കും എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്.
ടെസർ സിൽക്ക് ഫാബ്രിക്കിൽ ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിലാണ് നെക്സ്റ്റ് സാരി വരുന്നത്. ഗോൾഡൻ ബേജ് ഷെയ്ഡിലുള്ള ത്രെഡ് വർക്കാണ് എൻ്റയർ സാരിയുടെ ബോഡിയിലും വരുന്നത്. ഡബിൾ സൈഡിൽ ബോർഡർ വരുന്നുണ്ട്. ഒരു 2.5 ഇഞ്ചിൻ്റെ ബോർഡറാണ്, ത്രെഡ് വർക്കിലുള്ള ബോർഡറാണ് സാരിക്ക് വരുന്നത്. ഞാൻ ക്ലോസർ വ്യൂ കാണിക്കാം. ഫുൾ സാരിയിലും ത്രെഡ് വർക്കാണ് വരുന്നത്. ഇത് ഗോൾഡൻ ബേജ് ആണ് വർക്കിൻ്റെ ഷെയ്ഡ് വരുന്നത് കേട്ടോ. പ്രിൻ്റ് അല്ല, നല്ല റിച്ച് ആയിട്ടുള്ള ഹെവി റിച്ച് വർക്കിലാണ് സാരി വരുന്നത്. ഇതാണ് വർക്കിൻ്റെ ബാക്ക് സൈഡ്. കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയ്ഡറി ആണ് സാരിയുടെ ബോഡിയിൽ വരുന്നത്. മുന്താണി വരുന്നതും റണ്ണിങ് പല്ലു തന്നെയാണ്. ഫുൾ ത്രെഡ് വുവൻ പാറ്റേണിൽ തന്നെയാണ് മുന്താണി വരുന്നത്. ഇതാണ് മുന്താണി. ഈ സാരിയുടെ ബ്ലൗസ് വരുമ്പം പ്ലീറ്റ്സ് വരുമ്പം അപ്പർ പോർഷൻ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ലോവറിലായിരിക്കും പ്ലീറ്റ്സിൻ്റെ ഏരിയ ഫുൾ ത്രെഡ് വർക്ക് വരിക. ഇങ്ങനെയാണ് സാരി ഫുള്ള് വരുന്നത്. റണ്ണിങ് ബ്ലൗസ് മെറ്റീരിയൽ അവൈലബിൾ ആണ് സാരിക്ക്. ഇതാണ് പ്ലെയിൻ ബ്ലാക്കിൽ സാരിയുടെ അതേ ബോർഡർ തന്നെയാണ് ബ്ലൗസിൻ്റെ സ്ലീവിലും വരുന്നത്. ഇങ്ങനെ വരും. ടെസർ സിൽക്ക് ഫാബ്രിക്കിൽ ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിൽ തന്നെയാണ് നെക്സ്റ്റ് സാരിയും വരുന്നത്. വുവൺ പാറ്റേണിലെ ഡിഫറൻസ് വരുന്നുണ്ട്. ഈ സാരിയുടെ ബോഡി വരുന്നത് പ്ലെയിൻ ബോഡിയാണ് വരുന്നത്. ഡബിൾ സൈഡിലും ഒരു മൾട്ടി കളറുള്ള ത്രെഡ് വർക്കിലാണ് ബോർഡർ വരുന്നത്. പിന്നെ സാരിയുടെ ബോർഡർ ഇങ്ങനെ വരും. ഗോൾഡൻ ബേജ് ഷെയ്ഡിലുള്ള ഒരു ടെമ്പിൾ വുവൺ പാറ്റേണിലും പേസ്ലി ഡിസൈൻസിലുമാണ് ത്രെഡ് വർക്ക് വരുന്നത്. അതിൻ്റെ മിഡിൽ പോർഷൻസ് വരുന്നത് ക്രോസ് സ്റ്റിച്ച് പാറ്റേണിലുള്ള ത്രെഡ് വർക്കിലാണ്. ഒരു ഫ്ലോറൽ ത്രെഡ് വർക്കാണ് മിഡിലിൽ വരുന്നത്. ഇങ്ങനെ വരിക. വർക്ക് ഇങ്ങനെ വരും. രണ്ട് സൈഡിലും സെയിം ബോർഡർ തന്നെയാണ് വരുന്നത് സാരിക്ക്. മുന്താണി ഇങ്ങനെയാണ് വരുന്നത്. ബോർഡറിൻ്റെ അതേ പാറ്റേണിലുള്ള മൾട്ടി കളർ ഫ്ലോറൽ ത്രെഡ് വർക്കാണ്. ഗോൾഡൻ ബേജ് ഷെയ്ഡിലുള്ള ഒരു ചെക്ക് പാറ്റേൺസ് വന്നിട്ട് അതിലാണ് ത്രെഡ് വർക്ക് വരുന്നത് സാരിയിൽ. ഇതാണ് മുന്താണി വരുന്ന സാരിയുടെ. ഈ സാരിയിലും ബ്ലൗസ് വരുന്നത് ബോഡി ഇങ്ങനെ തന്നെയാണ് കേട്ടോ. പ്ലെയിൻ ബോഡി വന്നിട്ട് ബോർഡറാണ് വരുന്നത്. ബ്ലൗസ് വരുന്നത് നല്ല റിച്ച് ആയിട്ടുള്ള ബോർഡറാണ് ബ്ലൗസാണ് വരുന്നത്. ഇങ്ങനെ വരിക ബ്ലൗസ്. മുന്താനിയുടെ അതേ പാറ്റേണിലുള്ള ഒരു ഗോൾഡൻ ബേജിലുള്ള ചെക്കേർഡ് പാറ്റേൺസ് വന്നിട്ട് അതിൽ മൾട്ടി കളർ ഫ്ലോറൽ ത്രെഡ് വർക്കാണ്. ഇതാണ് സാരിയുടെ ബ്ലൗസ്. അടുത്ത സാരിയുടെ കളർ വരുന്നത് ലൈറ്റ് ചിക്കു പ്ലസ് ബേജ് ചേർന്ന് വരുന്നൊരു കളർ, ബ്ലെൻഡഡ് ഷെയ്ഡാണ് സാരിയുടെ കളർ വരുന്നത്. ഇതിൻ്റെ ഫാബ്രിക് വരുന്നത് ടെസർ സിൽക്കാണ്. ഇതിന് മുൻപ് കാണിച്ച ബ്ലാക്ക് സാരിയുടെ കളർ ചേഞ്ച് ആണ്. വർക്ക് എല്ലാം സെയിം തന്നെയാണ് വരുന്നത് സാരിക്ക്. ഒരു ഐവറി പ്ലസ് ബേജ് അതാണ് സാരിയുടെ കോമ്പിനേഷൻ കേട്ടോ. ബോർഡർ വരുന്നത് സെയിം ഗോൾഡൻ ബേജ് ഷെയ്ഡിലുള്ള ഒരു ടെമ്പിൾ വുവൺ പാറ്റേണിലുള്ള ബോർഡർ വന്നിട്ട് മിഡിലിൽ വരുന്നത് ക്രോസ് സ്റ്റിച്ച് വുവൺ ഡിസൈൻസ് ആണ്. ഫ്ലോറൽ ക്രോസ് സ്റ്റിച്ച് പാറ്റേണിലാണ് മിഡിൽ പോർഷൻസ് വരുന്നത്. ഇതാണ് സാരിയുടെ ബോർഡർ. ഈ സാരിക്കും ഗോൾഡൻ ബേജ് ഷെയ്ഡിലൊരു പൈപ്പിംഗ് ആണ് സാരിയുടെ ബോഡിയിൽ വരുന്നത്. ഡബിൾ സൈഡിലും സെയിം പാറ്റേണിൽ തന്നെയുള്ള ബോർഡറാണ് വരുന്നത്. ബോഡി വരുന്നത് പ്ലെയിൻ ആണ്. മുന്താണി വരുന്നത് ഗോൾഡൻ ബേജിൽ തന്നെ ടെമ്പിൾ വുവൺ ഡിസൈനിലുള്ള വർക്ക് വന്നിട്ട് അതിനുശേഷം ഒരു ക്രോസ് പാറ്റേൺസ് വരുന്നുണ്ട്. അതിൽ മൾട്ടി കളർ ഫ്ലോറൽ വർക്കാണ് വരുന്നത്. എംബ്രോയ്ഡറി വർക്കാണ് സാരിയുടെ മുന്താണി വരുന്നത്. നല്ല റിച്ച് ആയിട്ടുള്ള പല്ലുവാണ്. ഷോർട്ട് മുന്താണിയാണ്, ബട്ട് വെരി എലഗൻറ്റ്. ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് സെയിം പാറ്റേണിൽ തന്നെ ആയിരിക്കും. ഫുൾ ഇങ്ങനെ ബോഡി വരുന്ന ത്രെഡ് വർക്കിൽ തന്നെ വന്നിട്ട് ബ്ലൗസ് വരുന്നത് മുന്താണിയുടെ അതേ ഡിസൈനിലുള്ള ഒരു ക്രോസ് പാറ്റേണും അതിൽ ഫ്ലോറൽ വുവൺ പാറ്റേൺസും ആയിരിക്കും. ഇങ്ങനെയാണ് സാരിയുടെ മുന്താണി വരുന്നത്. ഞാൻ ക്ലോസർ വ്യൂ കാണിക്കാം. സാരിയുടെ കളർ ബേജ് ആയതുകൊണ്ട് തന്നെ ഈ വർക്ക് അത്ര ക്ലിയർ അല്ല. ഫുൾ ത്രെഡ് വർക്ക് വരുന്നുണ്ട്. അതിലാണ് ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത് സാരിയിൽ. നെക്സ്റ്റ് സാരിയുടെ കളർ വരുന്നത് ചിക്കു ഷെയ്ഡാണ്. ചിക്കു വിത്ത് ഓഫ് വൈറ്റ് ആണ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്. ഫാബ്രിക് വരുന്നത് ടെസർ സിൽക്കാണ്. ഡബിൾ സൈഡ് ബോർഡറാണ് സാരിക്ക് വരുന്നത്. ഷോർട്ട് ആൻഡ് ലോങ് ടൈപ്പിലാണ് ബോർഡർ വരുന്നത്. ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള ഒരു പേസ്ലി ഡിസൈൻസിലാണ് സാരിയിൽ അപ്പർ പോർഷനിൽ വരുന്നത്. ഒരു 2 ഇഞ്ചിൻ്റെ ബോർഡറാണ്, 2 ഇഞ്ചിൻ്റെ ബോർഡറാണ് അപ്പർ പാർട്ടിൽ വരുന്നത്. അതിനുശേഷം ബോഡിയിൽ ഒരു ഫ്ലോറൽ മോട്ടീവ്സാണ്, വൈറ്റിലുള്ള ഫ്ലോറൽ മോട്ടീവ്സും അതിൻ്റെ മിഡിൽ ഒരു ഗോൾഡൻ ബുട്ടി വർക്കുമാണ്. ഇങ്ങനെയാണ് വർക്ക് വരുന്നത്. ലോവർ ബോർഡർ വരുന്നത് ഇങ്ങനെയാണ്. ഒരു 5 ഇഞ്ച് ബോർഡറാണ്. ഫുൾ നല്ല റിച്ച് ആയിട്ടുള്ള ത്രെഡ് വർക്കിലാണ് സാരിയുടെ ബോർഡർ വരുന്നത്. ഇങ്ങനെ വരിക. സാരിയുടെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വരും. മുന്താണി വരുന്നതും സെയിം പാറ്റേണിൽ തന്നെ ത്രെഡ് വർക്ക് കണ്ടിന്യൂ ചെയ്ത് പല്ലുവിലോട്ട് വരുന്നുണ്ട്. നല്ലൊരു മുന്താണിയാണ് വരുന്നത് സാരിക്ക്. ഫുൾ ബോഡിയും സെയിം പാറ്റേണിൽ തന്നെയാണ് കേട്ടോ. ഇങ്ങനെ വരിക. ലോവർ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഈ ഫ്ലോറൽ ബുട്ടീസും വരുന്നുണ്ട്. അതിനുശേഷം ബോർഡർ വരുന്നുണ്ട്. സെയിം പാറ്റേണിൽ തന്നെയുള്ള റണ്ണിങ് ബ്ലൗസ് മെറ്റീരിയലാണ്. ചിക്കു ഷെയ്ഡിൽ സ്ലീവിൽ ഒരു 2 ഇഞ്ചിൻ്റെ ബോർഡറാണ് വരുന്നത്. ഇതാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത്.